വെൽക്കം ബാക്ക് ടു ഗോബോസ് ബയോളജി ആൻഡ് ഈസി ലേണിംഗ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്ലസ് ടുവിലെ സുവോളജി സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് ഫോക്കസ് ഏരിയയുടെ ഒരു ക്വിക്ക് റിവിഷനാണ്. അപ്പൊ നമ്മുടെ ഈ വർഷം എഴുതുന്ന എക്സാമിന് എഴുതുന്ന കുട്ടികൾക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് എന്താണ്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് എല്ലാ പാഠഭാഗങ്ങളിലും എന്താണ് കുറെ ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ കുറച്ച് ഭാഗങ്ങൾ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കിട്ടിയ ഒരു ഭാഗ്യമാണ് ഈ വർഷമുള്ള കുട്ടികൾക്ക്. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പൊ എവല്യൂഷൻ ഞാൻ കുറെ പാർട്ടായിട്ടായിരിക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന യൂണിറ്റില് നമ്മുടെ ഫോക്കസ് ഏരിയ അനുസരിച്ച് നമുക്ക് പഠിക്കേണ്ട ആദ്യത്തെ തിയറി എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് ലൈഫ്. ശരിക്കും പറഞ്ഞാൽ ഒറിജിൻ ഓഫ് ലൈഫിനെ കുറിച്ച് ധാരാളം തിയറീസ് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ വർഷം നമുക്ക് എന്താണ്, ആകെ ഒരൊറ്റ തിയറി മാത്രം പഠിച്ചാൽ മതി. ആ തിയറിയുടെ പേരാണ് എന്താ, കെമിക്കൽ എവല്യൂഷൻ. എന്താണ് കെമിക്കൽ എവല്യൂഷൻ? അതായത് ഒപ്പാരിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റും അതേപോലെ തന്നെ ഹാൾഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റും കൂടെ ചേർന്ന് പറഞ്ഞു, ഭൂമിയില് ലൈഫ് ആദ്യമായി ഉണ്ടായത് എന്ന് പറയുന്നത് ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ്. എങ്ങനെയാണ്? ഒരു പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്നാണ് ഭൂമിയിൽ ആദ്യത്തെ ജീവൻ ഉണ്ടായി എന്ന് പറയുന്നതാണ് കെമിക്കൽ എവല്യൂഷൻ. അതായത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഉണ്ടായി എന്നാണ് അവര് പറയുന്നത്. അങ്ങനെ ആദ്യം ഉണ്ടായ ഇത് പറയുന്നത് ഏതൊക്കെയാണ്? RNA അതേപോലെ തന്നെ പ്രോട്ടീൻ ആണ്. അതാണ് എന്ന് പറയുന്നത് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഒപ്പാരിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റും ഹാൾഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റും, ഒപ്പാരിൻ എന്ന് പറയുന്ന റഷ്യ, അതേപോലെ തന്നെ ഹാൾഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇംഗ്ലണ്ട്, ഈ രണ്ട് സയന്റിസ്റ്റും പറഞ്ഞത് ഭൂമിയിൽ ആദ്യത്തെ ലൈഫ് ഉണ്ടായിരിക്കുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ് ആയ RNAയും പ്രോട്ടീനുമാണ് ആദ്യമായി ഉണ്ടായിരിക്കുന്നത് എന്നാണെന്ന് പറയുന്നത്. ആ തിയറിയാണ് എന്ന് പറയുന്നത് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ദ ഡൈവേഴ്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഫ്രം ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻസ് എന്നാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം. ഇവരുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഇവർ പറഞ്ഞ ആ ടൈമില് എന്താണ് ഭൂമി എന്ന് പറയുന്നത്, ആദിമ ഭൂമി, ആദ്യം ഉണ്ടായ ഭൂമി, അതാണ് നമ്മൾ പ്രിമിറ്റീവ് എർത്ത് എന്ന് പറയുന്നത്. എന്താണ് പ്രിമിറ്റീവ് എർത്ത്? ആ സമയത്ത് ഭൂമിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു, അതേപോലെ തന്നെ അവിടെ വോൾഗാനിക് സ്റ്റോംസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എന്തായിരുന്നു, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ, എന്താണ് അവിടെ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വാതകങ്ങളാണ് മീഥേൻ, അമോണിയ തുടങ്ങിയ വാതകങ്ങൾ ആ ടൈമിൽ ഉണ്ടായിരുന്നു. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ ആദ്യമായിട്ട് ഭൂമിയിൽ ലൈഫ് ഉണ്ടായി എന്ന് പറഞ്ഞ ആ തിയറി വിളിക്കുന്ന പേരാണ് കെമിക്കൽ എവല്യൂഷൻ. ആ തിയറി പ്രപ്പോസ് ചെയ്തത് ആരൊക്കെയാണ്? ഒപ്പാരിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റും ഹാൾഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റും. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. Oparin of Russia and Haldane of England propose that the first form of life could have come from pre-existing non-living organic molecules, that is RNA and protein, and the formation of life was preceded by chemical evolution. Okay, then the conditions on primitive earth were high temperature, volcanic storms, and reducing atmosphere containing methane, ammonia, etc. ഇനി അടുത്ത നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഇതിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഈ ഒപ്പാരിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റും ഹാൾഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റും പറഞ്ഞ കാര്യം എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത ആൾക്കാർ, യുറേ മില്ലർ എന്ത് ചെയ്ത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത്. എക്സ്പെരിമെന്റലി ഇവർ എങ്ങനെ പ്രൂവ് ചെയ്ത്? ഈ പ്രിമിറ്റീവ് കണ്ടീഷൻസ് ഉണ്ടായിരുന്ന ഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവരൊരു ലാബിൽ സെറ്റ് ചെയ്തു. അതായത് എങ്ങനെയൊക്കെയാണ്? ഹൈ ടെമ്പറേച്ചർ, അതേപോലെ വോൾഗാനിക് സ്റ്റോംസ്, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ കണ്ടെയ്നിങ് മീഥേൻ, അമോണിയ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എന്താണ് ഇവരൊരു ലാബില് ക്രിയേറ്റ് ചെയ്ത്. ലാബിൽ ക്രിയേറ്റ് ചെയ്തപ്പോ എന്താണ്, ഇവരൊരു ക്ലോസ്ഡ് ഫ്ലാസ്കിനകത്തേക്ക് എന്താണ് ഈ മീഥേൻ, അമോണിയ, അതേപോലെ തന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതകങ്ങളെ കടത്തി വിട്ടിട്ട് 800 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്തു. 800 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്തതിനു ശേഷം എന്താണ് പിന്നെന്താണ് നടന്നത്? ബോയിൽ ചെയ്തതിനു ശേഷം, അപ്പൊ ബോയിൽ ചെയ്യുമ്പോൾ എന്താണ് അവിടെ വാട്ടർ വേപ്പർ ഫോം ചെയ്തു. അതിനുശേഷം അവൻ അതിനെ എന്താണ്
തണുപ്പിക്കാൻ അവരൊരു കണ്ടൻസർ യൂസ് ചെയ്തു. അപ്പം ചൂടാക്കി തണുപ്പിച്ച് അങ്ങനെ അതിന്റെ ഫലമായിട്ട് ആ ഫ്ലാസ്കിനകത്ത് എന്ത് ഫോം ചെയ്തെന്നാണ് പറയുന്നത്? അമൈനോ ആസിഡ്സ് ഫോം ചെയ്തു. എന്താണ്? അമൈനോ ആസിഡ്സ്. പക്ഷെ ഇവര് പറയുന്ന അനുസരിച്ച് RNA പ്രോട്ടീൻ ആണ്. ഓക്കെ, അപ്പം അമൈനോ ആസിഡ്സ് ജോയിൻ ചെയ്താണ് എന്ത് ഫോം ചെയ്യുന്നത്? പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. പ്രോട്ടീൻസ് എന്ന് പറയുന്ന ഒരു സെല്ലിന്റെ എന്താണ്? ഒരു പാർട്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഫസ്റ്റ് സെല്ല് ഇവോൾവ് ചെയ്തെന്ന് പറയുന്നതാണ് ഏത്? കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്ന തിയറിയെ എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്ത ആൾക്കാരാണ് യുറേ മില്ലർ എക്സ്പെരിമെന്റ്. അപ്പൊ നമുക്ക് യുറേ മില്ലർ എക്സ്പെരിമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? അതായത് പ്രിമിറ്റീവ് കണ്ടീഷൻസിൽ എർത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവര് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്താണ് ഒരു ലാബിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഫൈനലി അവർ പറഞ്ഞു എന്താണ്? അമൈനോ ആസിഡ്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇനി അടുത്ത അതൊന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അന്നേരം ഒപ്പാരിൻ പറഞ്ഞ തിയറിയും അതേപോലെ ഹാൾഡേന്റെ തിയറിയും ആരാണ്? യുറേ മില്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റുകൾ എന്താണ് എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്ത് ഇവര് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണ്. അതെങ്ങനെയായിരുന്നു? ആദിമ ഭൂമിയിലുണ്ടായിരുന്ന പ്രിമിറ്റീവ് എർത്തിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവരെന്താണ് ഒരു ലാബിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അവർക്ക് എന്ത് കിട്ടി? അമൈനോ ആസിഡ്സ് കിട്ടി. ഓക്കെ, നോക്കാം. In 1953, S.L. Miller, an American scientist, created similar conditions in a laboratory scale similar to that of primitive earth. അതായത് പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന അതേ കണ്ടീഷൻസ്. നമുക്കറിയാം പ്രിമിറ്റീവ് എർത്തിൽ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ കണ്ടെയ്നിങ് മീഥേൻ, അമോണിയ എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വോൾക്കാനിക് സ്റ്റോംസ് ആയിരുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നത്. ഇത്രയും കണ്ടീഷൻസ് ഇവരെന്താണ് ഒരു ലാബിൽ ക്രിയേറ്റ് ചെയ്തു. He created electric discharge in a closed flask containing methane, ammonia, hydrogen. അതായത് ഒരു ക്ലോസ്ഡ് ഫ്ലാസ്കിലേക്ക് എന്താണ് മീഥേനെയും അമോണിയയും ഹൈഡ്രജനെയും ഒക്കെ കടത്തിയത്. ആൻഡ് വാട്ടർ വേപ്പർ അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ്. ഫൈനലി ഇവർക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റി? ആ ഫ്ലാസ്കിനകത്ത് he observed formation of amino acids. ക്ലിയർ ആയോ? അതായത് യുറേ മില്ലർ എന്ന് പറയുന്നത് പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്ന അതേ കണ്ടീഷൻസ് ഇവരൊരു ലാബിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവരൊരു ഫ്ലാസ്കിനകത്തേക്ക് മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ തുടങ്ങിയ വാതകങ്ങളെ കടത്തിവിടുകയും വാട്ടർ വേപ്പർ എന്താണ് 800 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യുകയും ചെയ്തു. അപ്പൊ ബോയിൽ ചെയ്തതിനു ശേഷം അതിനുശേഷം ഇവർ എന്ത് ചെയ്ത് അതിനെ ഒരു കണ്ടൻസർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്ത് ലിക്വിഫൈ ചെയ്തു. ക്ലിയർ ആയോ? അതിനുശേഷം ഫൈനലി അവർക്ക് എന്ത് കിട്ടി? ആ ഫ്ലാസ്കിൽ നിന്ന് he observed formation of amino acids. അപ്പം എന്താണ് ഒപ്പാരിനും ഹാൾഡേനും പറഞ്ഞപ്പോ അവർക്കിവിടെ പ്രോട്ടീൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കിട്ടിയത്? അമൈനോ ആസിഡ്സ്. ആക്ച്വലി അമൈനോ ആസിഡ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടാവുന്നത് പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് സെല്ലിന്റെ ഒരു പാർട്ടാണ്. അങ്ങനെയാണ് ഫസ്റ്റ് സെൽ ഇവോൾവ് ചെയ്തെന്ന് പറഞ്ഞ സംഭവമാണ് എന്ന് പറയുന്നത് യുറേ മില്ലർ എക്സ്പെരിമെന്റ്. ഇവരുടെ ആരുടെ തിയറിയാണ് കറക്റ്റ് ആയിട്ട് തെളിയിച്ചത്? ഒപ്പാരിൻ ആൻഡ് ഹാൾഡേൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞ തിയറി എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്ത ആൾക്കാരാണ് യുറേ മില്ലർ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ വർഷത്തെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കെമിക്കൽ എവല്യൂഷൻ. അല്ലെങ്കിൽ അവർ ചോദിക്കാം യുറേ മില്ലർ എക്സ്പെരിമെന്റ്. പിന്നെ ചോദിക്കാം ആ ഫ്ലാസ്കിനകത്ത് ഉണ്ടായിരുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് പടം തന്നിട്ട് ചോദിക്കാം അതിനകത്ത് ഉണ്ടായിരുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ് മീഥേൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ ഉണ്ടായിരുന്നത് നമുക്ക് എഴുതാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത വീഡിയോ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ആണ്. അത് അനലോഗസ് ഹോമലോഗസ് ഓർഗൻസിനെ കുറിച്ചാണ്. അത് ഞാൻ സെക്കൻഡ് പാർട്ടിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ.